ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബ്. ഒരു കപ്പ് പച്ചരിയും 2 കോഴിമുട്ടയും ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി ഐറ്റാണെന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനിത് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരിയാണ് വേണ്ടത്. പച്ചരി നല്ല കഴുകിയതിന് ശേഷം നമ്മൾക്കൊരു 5-6 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കാം. ഓവർനൈറ്റ് ആക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ നല്ല കഴുകിയതിന് ശേഷം ഒരു 6 മണിക്കൂർ അങ്ങനെ കുതിർക്കാൻ വെക്കുന്നുണ്ട്. നമ്മളടുത്ത് അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതെടുത്തിട്ടും ഇത് ഇങ്ങനെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമ്മളെ ദോശമാവൊക്കെ ബാക്കി വരൂലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. ആ ഒരു 6 മണിക്കൂർ ഇതാ ഞാൻ അരി ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. 6 മണിക്കൂറിന് ശേഷം അരി ഒന്ന് എടുത്തപ്പോൾ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഇതിൽക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് 2 മുട്ട വേണം. 2 മുട്ട ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അരിയിലേക്ക് ഇതാ ഒരു പിടി തേങ്ങയാണ്, ഒരു 4-5 സ്പൂണ് തേങ്ങ അതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാളൻ്റെ പകുതി കൂടി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരു ഗ്ലാസ് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾക്ക് കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഇവിടെ വേണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ ആ അരിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നല്ല നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇതിൽ അതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മളെ അരിയും ഒക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു തവി വെച്ചിട്ട് നല്ലപോലെ നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും അവിടെ നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ 4ആക്കിയിട്ട് ചെറിയ പീസാക്കി അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 മുട്ടയും കൂടി. നമ്മൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ 2-3 മുട്ട എടുക്കാം. അതുപോലെ സവാളൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് എത്രയും നല്ലൊരു കുറച്ച് എരിവും നല്ല മസാലയൊക്കെ ഉണ്ടെങ്കിലാണ് സൂപ്പർ ടേസ്റ്റ്. കഴിക്കാൻ നല്ല കിടിലൻ രുചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. നമ്മൾ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാവും. വീണ്ടും അവരെടുത്ത് കഴിക്കും. ഇപ്പോൾ അതാ ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഓയിലൊന്നും നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. മസാല കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 3-4 സവാള ഒക്കെ എടുത്തിട്ട് ഇത് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 സവാള നല്ല ഫ്രൈ ആകുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പച്ചമുളക് കൂടി ഇങ്ങനെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ ഇതിൽ നമ്മളെ മാവിൽ ഉപ്പിട്ടിട്ടുണ്ട്. മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അവരവരുടെ പാകത്തിന് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് അതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട്. തക്കാളി അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. തക്കാളി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സവാള ഒന്ന് നല്ലപോലെ കുറച്ചൊന്ന് വാടിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി നല്ല ഉടയാണ്. ഇപ്പോൾ ഇതാ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലിടാൻ നോക്കണം. പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 സ്പൂണ്. പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല തന്നെ ചേർത്താൽ മതി. പിന്നെ കുറച്ചൊക്കെ ഒരു എരിവ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ കുറച്ചൊരു എരിവൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ്. പിന്നെ കുട്ടികൾക്ക് എരിവൊക്കെ നമ്മളൊന്ന് കുറച്ചിടുന്നത് നല്ലതാണ്. മക്കൾക്ക് എരിവ് അത്ര കണ്ട് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളെ മസാലയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുട്ട ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മുട്ടയിൽ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ നല്ല റെഡിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ നമ്മൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളെ മസാലയൊക്കെ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ ആ തട്ടുണ്ടല്ലോ അതൊന്ന് കമിഴ്ത്തി മൂടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേറ്റിലാണ് നമ്മളിത് ഒഴിക്കുന്നത്. പ്ലേറ്റിൽ നമ്മൾ നെയ്യൊക്കെ ഒന്ന് വെക്കണം. ഇപ്പോൾ ഇതാ ഇഡ്ഡലി ചെമ്പിൻ്റെ ആ തട്ടൊന്ന് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. പ്ലേറ്റിൽ നെയ്യ് നമ്മൾ പുരട്ടണം. അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ഒക്കെ ടിന്നുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമ്മൾക്കിത് റെഡിയാക്കാം. ഇപ്പോൾ അതാ ഞാനൊരു 2.5 തവി ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതാണിത്. അപ്പോൾ 2.5 തവി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് നല്ലപോലെ അരികിലേക്കൊക്കെ എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഇട്ട് കൊടുക്കണേ. അപ്പോഴേ നമ്മളിത് കഴിക്കുമ്പോൾ എല്ലായിടത്തും മസാല വന്നിട്ട് ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾക്ക് ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് തുറന്നിട്ട് ബാക്കിയുള്ള അതിൽ ബാറ്റർ ഉണ്ടല്ലോ ആ ബാക്കിയുള്ള ബാറ്റർ നമ്മൾ ഇതിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ബാക്കിയുള്ള മിക്സ് കൂടി ഇതിൻ്റെ മീതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല കുറവുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്തപ്പോൾ ഇതിൽ മസാലയൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് സവാളൊക്കെ കൂട്ടിയെടുത്താൽ മതി. അതുപോലെ മുട്ടയൊക്കെ കൂട്ടിയെടുത്താൽ ഇതിൻ്റെ മീതെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ മസാല കുറച്ച് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇതാ മീതെ ഞാനിത് എല്ലാതും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റിൻ്റെ അടുത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മളെ ബാറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ആ മിക്സൊക്കെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 20-25 മിനിറ്റാണ് നമ്മൾക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇതൊരു കേക്കിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ഇതാണ്. അപ്പോൾ ഇതൊന്ന് അവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ആ ഒരു പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റായിട്ട് ഇത് നമ്മളെ പലഹാരം കിട്ടിയിട്ടുണ്ട്. എന്തൊരു മൊഞ്ചാണിത് കാണാനല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് ഈ ഒരു പലഹാരം കഴിക്കാൻ. ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യാൻ മറന്നവരെല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.